ശിശുക്കൾ സഹദീന്മാരായി തീർന്നാനതിനായി ദൈവത്തിൻ കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വീണ്ടും ഒരു കർത്തൃദിനത്തിലേക്ക് നാം അടുത്തു വരികയാണ്. കർത്താവിൻ്റെ തിരുപ്പിറവിക്കും പുതുവത്സര ആരംഭത്തിനും മധ്യേ ഈ ഞായർ ശ്രദ്ധേയമായി കടന്നു വരുന്നു. ഈ ദിവസം ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഒന്ന് രണ്ട് ചിന്തകൾ നമുക്ക് പങ്കിടാം എന്നാഗ്രഹിക്കുന്നു. കോടീശ്വരനായ ഒരു മനുഷ്യൻ്റെ 2 കണ്ണുകൾക്കും വേദന അനുഭവപ്പെട്ടപ്പോൾ അനേക ഡോക്ടർമാരെ ഒക്കെ കണ്ടിട്ടും മാറ്റമില്ലാതെ വന്ന് അദ്ദേഹം ഒരു സന്യാസിയുടെ അടുക്കൽ വന്ന് തൻ്റെ പ്രയാസം അറിയിച്ചു. സന്യാസി വ്യക്തമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, പച്ച കളറല്ലാതെ മറ്റൊരു കളറും നോക്കരുത്. അങ്ങനെ ഒരാഴ്ച ഒന്ന് ശ്രമിക്കുക. കോടീശ്വരൻ വീട്ടിലെത്തിയിട്ട് തൻ്റെ വീട്ടിലെ ജോലിക്കാരെ എല്ലാം വിളിച്ച് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പച്ച നിറത്തിലേക്ക് മാറ്റി, തൻ്റെ വസ്ത്രവും പച്ച നിറത്തിലേക്ക് മാറ്റി, ജോലിക്കാരുടെ വസ്ത്രധാരണവും പച്ച നിറത്തിലേക്ക് മാറ്റി, എല്ലാം പച്ചമയം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സന്യാസി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു. വീട് സന്ദർശിക്കാൻ ചെല്ലുന്ന സന്യാസിയെ കണ്ട് സന്യാസിയുടെ കാവ്യ വസ്ത്രത്തിൻ്റെ നിറം കണ്ട് ജോലിക്കാർ ഓടി വന്ന് പറഞ്ഞു, ഇവിടെ പച്ച നിറം മാത്രമേ പറ്റുള്ളൂ, കാവ്യ വസ്ത്രത്തിൻ്റെ നിറം മാറ്റണം. അദ്ദേഹം പറഞ്ഞു, സാരമില്ല. കോടീശ്വരൻ വിവരമറിഞ്ഞു. അദ്ദേഹം ഓടി വന്നു, സന്യാസിയെ സ്വീകരിച്ചു. സന്യാസി അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, താങ്കൾക്ക് ഈ വീടും പരിസരവും ഉപകരണങ്ങളും ഒക്കെ മാറ്റേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇത്രയും പണം ദുർവിനിയോഗം ചെയ്യുകയായിരുന്നില്ലേ? ലോകത്തെ മുഴുവൻ പച്ചയാക്കുവാൻ താങ്കൾക്ക് പറ്റുമോ? ഇല്ലല്ലോ. താങ്കളുടെ വീക്ഷണത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. ചെറിയ ഒരു വില കൊടുത്ത് പച്ച ഗ്ലാസ്സുള്ള ഒരു മൂക്ക് കണ്ണാടി വാങ്ങി ഉപയോഗിച്ചിരുന്നെങ്കിൽ നോക്കുന്നതെല്ലാം പച്ചയായിട്ടിരിക്കുമായിരുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീക്ഷണത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ്. അതനുസരിച്ചായിരിക്കണം നമ്മൾ ലോകത്തെ കാണുന്നത്. നമ്മുടെ മനോഭാവത്തിനാണ് മാറ്റം വരുത്തേണ്ടത്. ചുറ്റുമുള്ളവയെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാവുന്നതല്ലല്ലോ. എൻ്റെ സാഹചര്യത്തോടുള്ള എൻ്റെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ള എൻ്റെ തീരുമാനത്തെ ആർക്കും മാറ്റാവുന്നതല്ല എന്നുള്ളത് സത്യം. മനുഷ്യർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ ശരീര വടിവോ ബാഹ്യാകാരമോ ഒന്നുമല്ല, അവരുടെ മനോഭാവത്തിലുള്ള വ്യത്യാസമാണ്. ചിലരുടെ വീട്ടിലെ അസ്വാസ്ഥ്യങ്ങൾക്കും അവസരങ്ങൾക്കും കാരണം വീടിൻ്റെ സ്ഥാനവും ദർശനവുമാണെന്ന് പഴി പറയും. വഴക്കിടുമ്പോൾ പറയും, ഈ വീട്ടിൽ നിന്ന് മാറിക്കിട്ടിയാൽ സ്വൈര്യം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം കാരണം വീടിൻ്റെ സ്ഥാനമല്ല, പിന്നെയോ അവിടെ പാർക്കുന്നവരുടെ മനോഭാവത്തിലും പ്രതികരണത്തിലുമാണ് എന്ന് തിരിച്ചറിയണം. രോഗം ബാധിച്ച പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല. രോഗത്തിന് ചികിത്സ തന്നെ വേണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 10% നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഫലവും 90% അവയോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ്. അതുകൊണ്ട് നല്ല ഒരു വീക്ഷണത്തോടു കൂടി ഈ ഞായറാഴ്ച നമുക്ക് ദൈവത്തെ ദർശിക്കാം. പുതിയ വർഷത്തിലേക്ക് നല്ല നല്ല വീക്ഷണങ്ങളുമായി കടന്നു ചെല്ലുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അതിനിടയാക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറോപ്പിസ്കോപ്പ അച്ഛൻ.